ഹലോ പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു വാക്ക് വിത്ത് എബനേസർ മിനിസ്ട്രീസ്. പാപത്തെ വെറുക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. പക്ഷെ ആ കർത്താവ് പാപികളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. പാപത്തെ വെറുക്കുകയും പാപികളെ രക്ഷിപ്പാൻ വേണ്ടി ഭൂമിയിൽ അവതരിച്ച ഒരേ ഒരു അവതാരം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. പാപം സകല മനുഷ്യരിലുമുണ്ട്. പാപത്തെ ജയിക്കുവാൻ എളുപ്പമല്ല. കർത്താവ് മാത്രമേ ഭൂമിയിൽ പാപമില്ലാതെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടുള്ളൂ. സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും ജനിക്കപ്പെട്ട സകലരും പാപികളാകുന്നു. തിരുവചനം നമ്മെ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. പാപമില്ലാത്ത ഒരേ ഒരു ദൈവം, പാപികളെ സ്നേഹിച്ചൊരു ദൈവം, അതെൻ്റെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. തിരുവചനത്തിൽ പറയുന്നു, റോമൻസ് 6-ാം അധ്യായം 23-ാം വാക്യം: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപ വരുമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അത് കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. കർത്താവിനെ ആരും കൊന്നതല്ല. കർത്താവ് പാപത്തിന്റെ ശമ്പളമായ മരണത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ ആ കാൽവരിയിൽ ഏറ്റെടുത്തതാണ്. നമുക്ക് വേണ്ടി പകരക്കാരനായി കർത്താവ് മരിച്ചു. അതുകൊണ്ട് നമുക്ക് നിത്യജീവങ്ങൾ അവകാശം ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. റോമൻസ് 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും എന്നത് ഇന്ന് ജീവിക്കുന്നവരല്ല, സകലരും, മനുഷ്യരായി ജനിക്കുന്ന സകലരും പാപികളാണെന്ന് വചനം പറയുന്നു. എന്നാൽ പാപികളായ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ, നിത്യരക്ഷ പ്രാപിപ്പാൻ നാം ചെയ്യേണ്ടുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നത് മാത്രമാണ്. കർത്താവല്ലാതെ മറ്റൊരു രക്ഷയില്ല. കർത്താവല്ലാതെ നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. ആ സത്യമാണ് ക്രിസ്ത്യാനികളുടെ സത്യം എന്നത്. വചനമാണ് ക്രിസ്ത്യാനികളുടെ സത്യം എന്നത്. കർത്താവാണ് ക്രിസ്ത്യാനികളുടെ സത്യം എന്നത്. പാപത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിച്ച് പാപത്തിന് മേലൊരു ജയജീവിതം നയിപ്പാൻ നമുക്ക് ഒരൊറ്റ കാര്യമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അത് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സമയം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ നാം ഒരുക്കമുള്ളവരായി തീരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാപം എന്നത് കർത്താവ് നമ്മളോട് പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കാതെ, കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നതിനെ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് പാപം എന്ന് പറയുന്നത്. ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യുമ്പോൾ അത് പാപമായി തീരുന്നു. അപ്പനമ്മമാർ മക്കൾക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകാറുണ്ട്. അത് കേൾക്കാതെ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അവർ പറയും, അനുസരണക്കേട് കാണിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കാത്തത് പാപമത്രേ. ഇതുവരെ ജീവിതത്തിൽ വന്നു പോയ കുറവുകൾ നമുക്ക് മറക്കാം. അതിന് കർത്താവിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ഒരുത്തൻ പോലും ഇല്ലാതെ സകലരും പാപികളാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നു. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു കർത്താവ് നമുക്കുള്ളതാകിയാൽ നമ്മുടെ സകല പാപങ്ങളും അവൻ്റെ മേലിട്ടിട്ട് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും പാപക്ഷമയെ നൽകി കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മളെ അവകാശിയാക്കി തീർക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.